Welcome back to our chemistry class. I'm Rohit, your chemistry teacher. Today I want to share our second chapter, that is chemical bonding. What is the reason for the elements combined together to form new compounds? എന്തുകൊണ്ടാണ് എലമെന്റ്സ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടർ. H2O ആണ് വാട്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ H2Oയിൽ ഹൈഡ്രജനും ഓക്സിജനും എന്തുകൊണ്ടാണ് ചേർന്ന് നിൽക്കുന്നത്? അവ തമ്മിൽ ചേർന്ന് നിൽക്കാനുള്ള കാരണം എന്ത്? അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും ചേർന്ന് നിൽക്കുന്ന എന്ത് ഫോഴ്സാണ്? ഇവിടെ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫോഴ്സിനെ വി ആർ കോളിംഗ് കെമിക്കൽ ബോണ്ടിങ്. The force of attraction together, the electrostatic force of attraction of the molecule is known as chemical bonding. ഈ ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇൻ അവർ ഹൗസ്, നമ്മളെ വീട് തന്നെ നോക്കാം. ഫാദറും മദറും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും, അല്ലേ? ഒരു ബോണ്ടിങ്, ആ ബോണ്ടിങ് ശക്തമാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കൂ. അപ്പോൾ ഫാദറും സണ്ണും ഒരു ബോണ്ടിങ് ഉണ്ട്. പിന്നെ ഫാദറും ഡോട്ടറും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, അല്ലേ? ടീച്ചറും സ്റ്റുഡൻസും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ ഈ ബോണ്ടിങ് ശക്തമായി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് വാട്ടർ, ദ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അട്രാക്ട് ടു ഈച്ച് അതർ, ദർ ഈസ് എ ഫോഴ്സ് ദാറ്റ് ഈസ് കെമിക്കൽ ബോണ്ടിങ്. ഒരു മോളിക്യൂൾസിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ബോണ്ടിങ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോണ്ടിങ്. അപ്പോൾ ഒരു ആറ്റത്തിലെ മോളിക്യൂൾസിനെ ചേർത്ത് നിർത്തുന്ന ഫോഴ്സാണ് നമ്മൾ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞല്ലോ. ഇനി എന്തിനാണ് എലമെന്റ്സ് അല്ലെങ്കിൽ ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്? അതിൻ്റെ റീസൺ പറയുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മൾ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സബ്സ്റ്റൻസിനെ നമ്മൾ എലമെന്റ്സ് എന്നും വിളിക്കും, കോമ്പൗണ്ട്സ് എന്നും വിളിക്കും, അല്ലേ? എലമെന്റ്സ് ഫ്രീ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ കോൾട്ട്. പിന്നെ അതേപോലെ തന്നെ കോമ്പൗണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? വാട്ടർ കോമ്പൗണ്ടാണ്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന്, കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാർബണും ഓക്സിജനും ചേർത്ത് നിർത്തുന്ന ഫോഴ്സാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് ഇവിടെ പറയുന്നത്. ഇനി എന്തിനാണ് എലമെന്റ്സ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്? എന്തിനാണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എലമെന്റ്സ് കെമിക്കൽ റിയാക്ഷന്. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? എങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമ്പോൾ. എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? ടു കംപ്ലീറ്റ് ദ 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, ദ ആറ്റം ഗെറ്റ് സ്റ്റെബിലിറ്റി. ദിസ് ഈസ് നോൺ ആസ് ഒക്ടറ്റ് റൂൾ. The arrangement of 8 electrons in the outermost shell is known as octet rule. ഇതാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഒക്ടറ്റ് റൂൾ പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണെങ്കിൽ അതിന് സ്ഥിരത കൈവരിച്ചു എന്നാണ്. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ അതിന് സ്ഥിരത കിട്ടിയെന്ന്. അപ്പോൾ നമ്മൾ നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുക. ലെറ്റ് മീ ചെക്ക് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ്. ഫസ്റ്റ്ലി, which are the noble gases? ഹീലിയം അറ്റോമിക് നമ്പർ 2, അതിന് ഒരു ഷെല്ലേ ഉള്ളൂ, കെ ഷെൽ, ദാറ്റ് ഫിൽ വിത്ത് 2 ഇലക്ട്രോൺ. അതിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തില്ല, അതിന് സ്റ്റെബിലിറ്റി കിട്ടി. Except helium, you just consider another thing, that is neon. What is the atomic number of neon? 10. Atomic number of neon is 10 to 8. Okay, next one argon, then krypton, then xenon, last one radon. You just check the electronic configuration of that. Let us check electronic configuration of noble gases. Helium 2.
ഹീലിയത്തിന് ഒരേ ഒരു ഷെല്ല് ഉള്ളൂ, കെ ഷെല്ല്. അതിലെ മാക്സിമം 2 നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. ദെൻ സെക്കൻഡ് വൺ, നിയോൺ 10 to 8, ആർഗൺ 18 to 8, 8. ദെൻ ക്രിപ്റ്റോൺ 36 to 8, 18, 8. xenon 54 to 8, 18, 18, 8. You just observe the last shell. How many electrons filled here? 8 electrons filled here. So it is complete the octet. So it is not takes place any chemical reaction. ഇവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് 8 ഇലക്ട്രോൺ നിറഞ്ഞതുകൊണ്ട് മറ്റ് എലമെൻസുമായി കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നില്ല. ഇതാണ് നോബിൾ ഗ്യാസിൻ്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ ഒരു പ്രത്യേക കണ്ടീഷനുകളിൽ ഇവ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നതായി കാണാറുണ്ട്. In every occasion you can say that the outermost shell complete with 8 electron or it will complete the octet, so it is stable. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നോബൽ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. അത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടില്ല. അപ്പോൾ എലമെന്റ്സ് എന്തിനാണ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് മനസ്സിലായല്ലോ. എന്തിനാണ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കൈവരിക്കുന്നതിന് വേണ്ടി, നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ മെച്ചം എലമെന്റ്സിന്? 8 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടും, അല്ലേ? സ്റ്റേബിൾ ആവും, സ്ഥിരത കൈവരിക്കും. അപ്പോൾ എല്ലാ എലമെന്റ്സും കെമിക്കൽ റിയാക്ഷന് ഏർപ്പെടുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻ നെക്സ്റ്റ് ക്ലാസ് we want to discuss the electronic configuration of other elements. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എലമെന്റ്സിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ എലമെന്റ്സ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. ടുഡേ വി ലേൺഡ് അബൌട്ട് കെമിക്കൽ ബോണ്ടിങ്. വാട്ട് യു മീൻ ബൈ കെമിക്കൽ ബോണ്ടിങ്? ദ സെക്കൻഡ് തിങ്, the special electronic configuration or electronic configurations of noble gases. We notice that the noble gases to complete octet, so it will got the stability. noble gas octet complete ചെയ്തതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നില്ല. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മറ്റ് എലമെന്റ്സ് എന്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു പഠിക്കുന്നു. So now I want to say bye-bye.